ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ കോടതിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. മെഡിക്കൽ പരിശോധന അല്പസമയം മുൻപാണ് പൂർത്തിയാക്കിയത്. ഇയാൾക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യവാനാണ്. ഈ പശ്ചാത്തലത്തിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇനി കടക്കും. കോടതിയുടെ ഇനിയുള്ള തീരുമാനങ്ങൾ, പക്ഷേ റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. പോലീസ് കസ്റ്റഡി 2-3 ദിവസങ്ങൾക്ക് ശേഷം ആവശ്യപ്പെടുമെന്നതായിരുന്നു നേരത്തെ രാവിലെ SP മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ ആ നിലയിൽ നിയമപരമായ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപാണ് കോടതിയിലേക്ക് ഇയാളെ എത്തിച്ചത്. മെഡിക്കൽ പരിശോധന ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് പൂർത്തിയാക്കിയത്. യാതൊരു വിധമായ ആരോഗ്യ പ്രശ്നങ്ങളും ഈ നെന്മാറ കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് ഇല്ല, ആരോഗ്യവാനാണ് എന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. നെന്മാറ ഇരട്ട കൊലക്കേസ് പ്രതി ചെന്താമരയെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പോലീസിന് പിടികൂടാനായത്. അതിനുശേഷം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ SP വിശദീകരിച്ച കാര്യങ്ങളുണ്ട്. ഇയാളുടെ മോട്ടീവ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായ ഒരു വ്യക്തത മാത്രമാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ളത്. തുടർ പരിശോധനകൾ, തെളിവെടുപ്പ് അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോലീസ് കടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുന്നോടിയായി ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇപ്പോൾ ആലത്തൂരിൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക്, 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് ഇപ്പോൾ പ്രതിയെ എത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏതാനും സമയങ്ങൾക്ക് മുൻപാണ് ആരോഗ്യ പരിശോധനകളൊക്കെയും വൈദ്യപരിശോധനയൊക്കെയും പൂർത്തിയാക്കി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രതിക്കില്ല എന്ന് ഉറപ്പാക്കിയത്. സച്ചിൻ വള്ളിക്കാട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, വൈദ്യപരിശോധന പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ, റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം. തീർച്ചയായും പ്രതിയെ മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ റിമാൻഡ് എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോടതിയിൽ നിന്നും ജഡ്ജി വിധിക്കും. അതിനുശേഷം ആലത്തൂർ സബ് ജയിലിലേക്കാണ് പ്രതിയെ മാറ്റുക എന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. ഇപ്പോൾ അതായത് ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടിയാണ് മെഡിക്കൽ പരിശോധന ആലത്തൂർ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ വെച്ചാണ് നടത്തിയത്. അതിനുശേഷമാണ് ഈ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പ്രതിയെ എത്തിച്ചത്. പ്രതി അതുപോലെ തന്നെ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് കോടതിയിലേക്ക് മുറിയിലേക്ക് പ്രതിയെ മാറ്റിയിരിക്കുകയാണ്. നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകമായിരുന്നു പാലക്കാട് പോത്തുണ്ടിയിൽ നടന്നത്. വളരെ 36 മണിക്കൂറിലധികം 36 മണിക്കൂറിലെ പരിശോധനകൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ആലത്തൂരിലേക്ക് ഹാജരാക്കിയിരിക്കുകയാണ്. വലിയൊരു പോലീസ് സേന വിന്യാസമൊക്കെയും ഉണ്ട് കോടതി പരിസരത്തും. ഒരുപക്ഷെ ഈ പ്രതിയെ കാണുന്നതിനായി കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സച്ചിൻ, തീർച്ചയായും വലിയൊരു ജനക്കൂട്ടം കോടതി പരിസരത്തും എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ പുലർച്ചയോട് കൂടിയാണ് ആലത്തൂർ സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചത്. തുടർന്ന് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ രാവിലെ എസ്പിയുടെ സാന്നിധ്യത്തിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലിലൊക്കെ നടന്നിരുന്നു. അതിനുശേഷമാണ് SP മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് പ്രതി ആസൂത്രണം ചെയ്താണ് ഈ കൊല നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാലക്കാട് SP വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പങ്കുവച്ചു. അതുപോലെ തന്നെ ഈ പ്രതിക്ക് ഒരു കടുവയുടെ സ്വഭാവമാണ്. കൃത്യമായ മുൻകരുതലും അതേപോലെ തന്നെ പ്ലാനിങ്ങോടും കൂടിയാണ് ഈ പ്രതി ചെന്താമരൻ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതിനാൽ തന്നെ വലിയൊരു ക്രൂര സ്വഭാവമുള്ള ആളാണ് ചെന്താമര എന്ന കാര്യമൊക്കെ പാലക്കാട് SP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിലായിരുന്ന ചെന്താമര പുറത്തേക്ക് വന്നത്. ആ സമയത്താണ് പോലീസ് മഫ്തിയിലുള്ള പോലീസ് പ്രതിയെ പിടികൂടുന്നത്. കൃത്യമായ വലിയൊരു ജനരോഷം തന്നെ ഇന്നലെ രാത്രി നമ്മൾ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കണ്ടതാണ്. എന്നാൽ പോലും കൃത്യമായി പഴുതടച്ച എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പ്രതിയെ കൃത്യമായി പോലീസ് ലോക്കപ്പിലടച്ചു. രാത്രി
അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ആലത്തൂർ സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചത്. ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിൽ ആയിരുന്നു പ്രതി. അതിനുശേഷം ഇന്ന് രാവിലെ STS പ്രാഥമികമായി ചോദ്യം ചെയ്യലൊക്കെ ആരംഭിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിയുടെ ഫിംഗർ പ്രിന്റ്, അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിക്കൊണ്ട് ഇപ്പോൾ 4:30 ഇപ്പോൾ ആലത്തൂർ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി 1 ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിയുടെ റിമാൻഡ് എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരും. പോലീസ് തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് ലഭിക്കുന്ന സൂചന. പ്രതി ഉപയോഗിച്ച ആയുധങ്ങളടക്കം പോലീസ് ഇവിടെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കാവ്യ, നാടിനെ നടുക്കിയ ഒരു കൊടും ക്രൂരത ചെയ്ത കേസിലെ പ്രതിയാണ്. വലിയ തോതിലുള്ള ജനരോഷമൊക്കെയും ഇന്നലെ ഈ പ്രതിയെ പിടികൂടിയ ഒരു ഘട്ടത്തിലൊക്കെയും നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ഒരു നാടിനെ ഭയപ്പാടിലാക്കിയ ഒരു പ്രതിയെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആലത്തൂർ. വലിയ ഒരു ജനക്കൂട്ടമൊക്കെയും അതിന് പരിസരത്തുണ്ടായി. പ്രതിയെ കാണുന്നതിനായി ഇപ്പോൾ കോടതിയുടെ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതിനുശേഷം ഒരുപക്ഷെ റിമാൻഡിലേക്കായിരിക്കാം പോകുന്നത്. ഇതിനുശേഷം പോലീസ് കസ്റ്റഡി അടക്കം ആവശ്യപ്പെടും. തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടുന്ന കാര്യമുണ്ട്. രാവിലെ SP സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രാഥമികമായ നിഗമനങ്ങളൊക്കെയും സ്ഥിരീകരിച്ചുറപ്പാക്കുന്നതിനായി ഇനി പോലീസിൻ്റെ നടപടിക്രമങ്ങളൊക്കെയും ബാക്കിയുണ്ട്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ വൈദ്യപരിശോധന ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയത്.